കേരള അഗ്രികൾച്ചറൽ പ്രൈസ് ആൻഡ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വഴുതന കൃഷി വെറുതെ നട്ടിട്ട് പോകരുത്. ഇങ്ങനെ കൃഷി ചെയ്തു നോക്കൂ. മികച്ച വിളവ്. വഴുതന മിക്കവർക്കും ഇഷ്ടപ്പെട്ട ഒരു പച്ചക്കറിയാണ്. വീട്ടിൽ തന്നെ വഴുതന നട്ടു വളർത്താം. മികച്ച വിളവ് ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ആദ്യം ഇനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വിത്തിടുമ്പോൾ നല്ല വിളവ് തരുന്ന നീലകണ്ഠ, സൂര്യ വയലറ്റ് നിറമുള്ളത്, ശ്വേത വെള്ള നിറമുള്ളത്, ഹരിത പച്ച നിറമുള്ളത് തുടങ്ങിയ ഇനങ്ങൾ തിരഞ്ഞെടുക്കുക. വിത്ത് പാകി മുളച്ച് 4-5 ഇലകൾ വരുമ്പോൾ ഏകദേശം 30 ദിവസം തൈകൾ മാറ്റി നടാം. വൈകുന്നേരങ്ങളിൽ നടന്നതാണ് ഉചിതം. വേപ്പിൻ പിണ്ണാക്ക് നടുമ്പോൾ കുഴിയിൽ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ചേർക്കുക. ഒപ്പം അല്പം വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്നത് മണ്ണിലെ കീടങ്ങളെ അകറ്റാൻ സഹായിക്കുന്നു. ചെടി വളരുന്നതിനനുസരിച്ച് 15 മുതൽ 20 ദിവസം കൂടുമ്പോൾ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് ഒഴിച്ചു കൊടുക്കുക. ഇത് വഴുതന പെട്ടെന്ന് വളരാൻ സഹായിക്കും. ഫിഷ് അമിനോ ആസിഡ് മാസത്തിൽ 2 തവണ ഫിഷ് അമിനോ ആസിഡ് നേർപ്പിച്ചത് തളിച്ചു കൊടുക്കുന്നത് കായ്പിടുത്തം കൂട്ടും. വഴുതനയ്ക്ക് നന്നായി വെയിൽ ആവശ്യമാണ്. ദിവസവും കുറഞ്ഞത് 5 മുതൽ 6 മണിക്കൂർ സൂര്യപ്രകാശം ലഭിക്കുന്ന ഇടമായിരിക്കണം നടുന്ന സ്ഥലം. മണ്ണിൽ എപ്പോഴും ഈർപ്പം നിലനിർത്തണം. എന്നാൽ വെള്ളം കെട്ടിക്കിടക്കരുത്. വേനൽക്കാലത്ത് ദിവസവും നനച്ചു കൊടുക്കണം. കേടുവന്ന തണ്ടുകളും കായ്കളും മുറിച്ച് മാറ്റി നശിപ്പിക്കുക. പ്രതിരോധത്തിന് ആഴ്ചയിലൊരിക്കൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിക്കണം. കരിഞ്ഞ ഇലകൾ, ഇലപ്പേൻ, വെള്ളീച്ച എന്നിവ നിയന്ത്രിക്കാൻ മഞ്ഞക്കെണികൾ വയ്ക്കാം. ചെടി വളർന്നു വരുമ്പോൾ താഴത്തെ കരിഞ്ഞ ഇലകൾ നീക്കം ചെയ്യുക. ഇത് ചെടിയിലേക്ക് കാറ്റും വെളിച്ചവും കടക്കാൻ സഹായിക്കും. പൂക്കൾ വിരിയുന്ന സമയത്ത് പുളിപ്പിച്ച കഞ്ഞവെള്ളം തെളിച്ചെടുത്ത് ഒഴിച്ചു കൊടുക്കുന്നത് പൂകൊഴിച്ചിൽ കുറയ്ക്കാൻ സഹായിക്കും. ഇങ്ങനെ നമുക്ക് വഴുതന കൃഷി നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാവുന്നതാണ്. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. അഗ്രികൾച്ചർ ന്യൂസും പ്രൈസും കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.